നമസ്കാരം. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2024 സങ്കീർണമായിട്ടുള്ള പല വിഭാഗങ്ങളെയും വിഷയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളെ കൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം. പലപ്പോഴും മാർഗതടസ്സങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും തൊഴിൽ മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ടതാവണമെങ്കിൽ അഹോരാത്രം പ്രവർത്തിക്കുക. സ്വന്തം നിലയിൽ പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും ക്ഷമയോടുകൂടിയും ആത്മസംയമനത്തോടുകൂടിയുള്ള സമീപനം ഉണ്ടാവുക. ഇങ്ങനെയുള്ള അവസരങ്ങളെ കൊണ്ട് തീർച്ചയായിട്ടും ജോലിയിലും നേട്ടമുണ്ടാവും, ഉദ്യോഗത്തിലും അനുകൂലമായിട്ടുള്ള സ്ഥാനക്കയറ്റം ലഭിക്കും. പക്ഷേ ഈ വക കാര്യങ്ങൾക്കൊക്കെ തന്നെ പ്രാരംഭത്തിൽ തന്നെ ഒരുപക്ഷെ 2023 6-7 മാസം, അതായത് ജൂൺ മാസം മുതൽ തന്നെ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. 2024 ഇത് ആദ്യം തുടരുമോ എന്ന ഒരു ആശങ്ക മനസ്സിലുണ്ടായിരുന്നു. ഒരുപക്ഷെ ജൂൺ മാസം വരെയും ഇത് തുടരുവാനുള്ള ഒരു യോഗം തന്നെയാണ് കാണുന്നത്. പലപ്പോഴും പുതുവത്സരമല്ലേ, നല്ലത് വരികയില്ലേ എന്നൊരാശങ്കയൊക്കെ ഉണ്ടാവാം. മനുഷ്യ സഹജമാണ്. പക്ഷേ കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ ലക്ഷ്യപ്രാപ്തി നേടുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈശ്വര പ്രാർത്ഥനകളാലും ആത്മസംയമനത്തോടുകൂടിയും അനുഭവജ്ഞാനമുള്ളവർ നിർദ്ദേശിച്ചും മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടിയും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാൻ ഇടയുണ്ട്. പലപ്പോഴും 2023 തന്നെ ജോലി രാജിവെച്ചാലോ ബിസിനസ്സിൽ ഏർപ്പെട്ടാലോ എന്ന പല തോന്നലുകളും ഉണ്ടാകും. പ്രത്യേകിച്ചും വികസിത രാഷ്ട്രത്തിൽ ജോലി ചെയ്യുന്നതിനൊരു നേട്ടം വളരെ കുറവുള്ളതുകൊണ്ട് മറ്റൊരു വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നതോ ഉപരിപഠനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതൊക്കെ നല്ലതാണ്. എന്നാൽ ജന്മനാട്ടിൽ വന്ന് പുതുവർഷമല്ലേ എന്ന് മനസ്സിലാക്കി ബിസിനസ്സിൽ ഏർപ്പെട്ടാൽ പരാജയം തന്നെ ആയിരിക്കും പരിണത ഫലം എന്നുകൂടി മനസ്സിലാക്കേണ്ടതുമാണ്. പ്രകൃതിക്ഷോഭത്താൽ കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് വിളനഷ്ടം ഉണ്ടാകുവാനിടയുള്ളത് കൊണ്ട് ഇൻഷുറൻസ് പരിരക്ഷകളെല്ലാം അനുവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വ്യക്തമായിട്ടുള്ള ദിശാബോധത്തോടു കൂടിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളാണെങ്കിൽ ജൂൺ മാസം മുതൽ അതിൽ നിന്നും നേട്ടമുണ്ടാകും. അല്ലാത്ത പക്ഷം കൃത്യമായിട്ടുള്ള ദിശാബോധത്തോടു കൂടിയും വ്യക്തമായിട്ടുള്ള ലക്ഷ്യബോധത്തോടു കൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നും ലക്ഷ്യപ്രാപ്തി നേടുവാനും ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിക്ക് യോഗം കാണുന്നതുമുണ്ട്. വാഹന ഉപയോഗത്തിൽ ജൂൺ മാസം വരെയുള്ള വാഹന ഉപയോഗത്തിലും പണം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിലും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അന്യനാട്ടിലോ വിദേശത്തോ താമസിക്കുന്ന പലർക്കും അവധി ലഭിക്കാത്തതിനാൽ ജന്മനാട്ടിൽ വരാൻ സാധിക്കാത്തവർക്ക് പലവിധത്തിലുള്ള വ്യാകുലതകളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം ചിങ്ങമാസത്തിൽ, അതായത് ഓണക്കാലത്തിനോടനുബന്ധമായോ ഡിസംബർ മാസത്തിലോ പ്രതീക്ഷിച്ചതിലുപരി അവധി ലഭിക്കുകയും ജന്മനാട്ടിൽ ചിലർക്കൊക്കെ തന്നെ 2 പ്രാവശ്യം വന്നു പോകാൻ തക്കവണ്ണം അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഏറ്റെടുക്കുന്ന ദൗത്യം കൃത്യമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം ജൂൺ മാസത്തിന് ശേഷമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. പലപ്പോഴും സുതാര്യത കുറവിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലോ എന്ന തോന്നലുകളും വിദഗ്ധമായുള്ള നിർദ്ദേശത്തോടുകൂടി ഇങ്ങനെയുള്ളൊരവസരത്തെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. അതായത് മറ്റൊരാൾ പണം മുതൽ മുടക്കുകയും സ്വന്തം ആശയവും ബുദ്ധിയും കഴിവും പ്രവൃത്തി പരിചയം അവലംബിക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ നിശ്ചിത ശമ്പളത്തിന് പുറമെ ലാഭശതമാന വിഹിതം ലഭിക്കത്തക്ക വിധത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. വേറെ ചിലർക്ക് ജോലി സ്ഥലത്ത് തന്നെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കുന്ന ജോലിയായിരുന്നു. പക്ഷേ ഈ ഒരു മേഖല പ്രത്യേകിച്ച് ഒരു സാമ്പത്തികമായിട്ടുള്ള മുതൽ മുടക്കൊന്നുമില്ലാതെ തന്നെ സ്വന്തം നിലയിൽ ഇത്രയും കാലത്തെ പ്രവൃത്തി പരിചയവും ജനങ്ങളുമായിട്ടുള്ള സംസർഗത്തിലുള്ളൊരു നേട്ടങ്ങളും വിലയിരുത്തി
സ്വന്തമായുള്ളൊരു പ്രസ്ഥാനത്തിന് രൂപകൽപ്പന ചെയ്യുവാൻ ഇടയുണ്ട്. മക്കൾക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു ജോലി ലഭിക്കുന്നത് വഴി ആശ്വാസമുണ്ടായിത്തീരും. മക്കളുടെ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടത്തി കൊടുക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും നിലവിലുള്ള ഗ്രഹത്തിൽ ഒരു സംതൃപ്തി കുറവുള്ളത് കൊണ്ടും ഗ്രഹത്തിൽ കയറുമ്പോൾ തന്നെ ഒരു വിമ്മിഷ്ടമുള്ളൊരവസ്ഥ വന്നു ചേരുന്നത് വഴിയും സാമ്പത്തികമായുള്ള നിലനിൽപ്പ് കുറയുന്നത് വഴിയും നിലവിലുള്ള ഗ്രഹം വിൽപ്പന ചെയ്ത് ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗ്രഹം നിർമ്മിക്കാനുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. പക്ഷേ ചെലവിനങ്ങളിൽ വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് സകല വിധത്തിലുള്ള സൗകര്യങ്ങളോടുകൂടിയതായിട്ട് ഒരു ഗ്രഹ സമുച്ചയത്തിലെ ഗ്രഹം, അതായത് ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാൻ അവസരം വന്നു ചേരും. ഫ്ലാറ്റിനും ഈ വാസ്തുശാസ്ത്രപ്രകാരം ബാധകമാണോ എന്ന ഒരു സംശയം നിവർത്തിക്കാനായിട്ട് വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ചിലതെല്ലാം ഒഴിവാക്കി മറ്റ് ചില പല വീടുകളും കണ്ടെത്തുവാനും അതിൽ നിന്നും ഒന്ന് തീരുമാനിക്കുവാനും അത് വാങ്ങിക്കുവാനും താമസം തുടങ്ങുവാനും സാധ്യതയുണ്ട്. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ഉപരിപഠനത്തിന് അവസരങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ഇരുവരും കാര്യങ്ങളെല്ലാം പരിഗണിക്കുകയും ആത്മസംയമനത്തോടുകൂടി ക്ഷമയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാ മാർഗതടസ്സങ്ങളെയും നീങ്ങി സൗഖ്യത്തോടുകൂടിയും ദാമ്പത്യ സൗഖ്യത്തോടുകൂടിയും കുടുംബ സൗഖ്യത്തോടുകൂടി വസിക്കാനുള്ള യോഗമുണ്ട്. നാഡി നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവുകയും പ്രത്യേകിച്ച് പരിശോധനയിൽ മാരകമായുള്ള അസുഖങ്ങളൊന്നുമില്ല, ജീവിതശൈലിയിലുള്ള അപാകതകളാണ്. അതേപോലെ തന്നെ ഇരുചക്രവാഹനത്തിൽ ധാരാളം യാത്ര ചെയ്യുന്നതിന് കൊണ്ടുള്ള അപാകതകളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിലർക്ക് യാത്ര ചെയ്തുകൊണ്ടുള്ള ജോലികളെല്ലാം ക്രമീകരിക്കേണ്ടി വരും. മറ്റു ചിലർക്ക് ഇങ്ങനെ ഇരുചക്രവാഹനം ഒഴിവാക്കി മറ്റ് വലിയ വാഹനം വാങ്ങിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇങ്ങനെ തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ നഷ്ടപ്പെടുകയില്ലെങ്കിൽ പോലും ഒരു ക്രമീകരണത്തിന് തയ്യാറാകേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. മാർഗതടസ്സങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൂടുതൽ 1-2 മണിക്കൂർ ഈ ഒരു വർഷം കൂടുതൽ ജോലി ചെയ്യാൻ തയ്യാറാവുകയും ചില ലാഞ്ചനകളൊക്കെ തന്നെ 2023 പകുതിയോടുകൂടി ലഭിക്കുകയും ഉദ്യോഗസ്ഥലത്ത് ഇനിയും കൂടുതൽ പ്രയത്നിച്ചാൽ മാത്രമേ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായുള്ള രീതിയിൽ പ്രയത്നിച്ചാൽ മാത്രമേ ലക്ഷ്യപ്രാപ്തി നേടുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു. അതെല്ലാം തന്നെ ആദ്യ ഒരു പുനഃക്രമീകരണത്തിനും പുനരുദ്ധാരണത്തിനും തയ്യാറാകുവാനും ഇതിൻ്റെ വെളിച്ചത്തിൽ ജോലി നഷ്ടപ്പെടാൻ സാധ്യതകളെ അതിജീവിക്കാൻ സാധ്യത കാണുന്നതുമുണ്ട്. സജീവ സാന്നിധ്യത്താൽ എല്ലാ കാര്യങ്ങളിലും അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. അവിസ്മരണീയമായിട്ടുള്ള നേട്ടം എല്ലാ മേഖലകളിലും വന്നു ചേരുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിക്കും യോഗം കാണുന്നുണ്ട്. കല, സാഹിത്യം, കായികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഭാരതീയ ശാസ്ത്രശാഖകൾ കൈകാര്യം ചെയ്യുന്നവർക്കും പ്രതീക്ഷിച്ചതിലുപരി അവസരങ്ങൾ വന്ന് ചേരുവാനിട വരുമെങ്കിൽ പോലും ജൂൺ മാസത്തിന് ശേഷമേ അതൊരു ക്രിയാത്മകമായി പ്രവർത്തിക്കാനും പ്രയത്നിക്കാനും സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിനും അഥവാ ഫലപ്രാപ്തിക്കും അത് ഉപകരിക്കുവാൻ സാധ്യതയുള്ളൂ. നടത്തിവരുന്ന പ്രസ്ഥാനത്തിൻ്റെ ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. കല, സാഹിത്യം, സംഗീതം മുതലായവയിൽ അനുകൂലമായുള്ള അംഗീകാരം ലഭിക്കും. സുഹൃത്ത് ബന്ധത്തിൽ നിന്നും ചില അസ്വാരസ്യങ്ങൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് നിരുപാധികം പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കാൻ യോഗം കാണുന്നുണ്ട്. പല പ്രകാരത്തിലും അസുഖങ്ങളുണ്ടോ എന്ന തോന്നലുകളുണ്ടാവുകയും എന്നാൽ പ്രത്യേകിച്ച് അങ്ങനെ അസുഖങ്ങളൊന്നുമില്ല, ജീവിതശൈലിയിലെ ചില അപാകതകളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നിരുന്നാലും സംശയ നിവൃത്തിക്കായിട്ട് 6 മാസത്തിലൊരിക്കൽ
വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തുകയും ഒരുപക്ഷെ അമിതമായിട്ടുള്ള ചിന്തകളെ കൊണ്ടായിരിക്കാം, അതേപോലെ തന്നെ ഇന്നത്തെ ആധുനിക സംവിധാന പ്രകാരം വിജ്ഞാനം ആർജിക്കുവാനുള്ള സാഹചര്യങ്ങളായിരിക്കാം ഇതിനൊക്കെ ഉപോത്ബലകമായി തീരുന്നത്. എന്തായാലും മിഥ്യാധാരണകൾ ഒഴിവാക്കി അറിവുള്ളവരും കഴിവുള്ളവരും പ്രയത്നിക്കുന്നവരും പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് സ്വയമേവ സമാധാനപ്പെടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഒരു പരിധിവരെ ഈ ഒരു വർഷത്തിൽ യോഗം കാണുന്നുണ്ട്. എന്തായാലും തൊഴിൽ മണ്ഡലങ്ങളാണെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും കുറച്ചൊരു ആധ്യാത്മികമായുള്ള ചിന്തകളോടുകൂടിയതായിട്ടുള്ള സമീപനവും ഈശ്വര പ്രാർത്ഥനകളും എല്ലാ കാര്യങ്ങളിലും സമത്വ വീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള ചിന്തകളൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള വിജയങ്ങൾക്ക് വഴിയൊരുക്കുവാൻ ഉത്തര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2024 ആണ്ടിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.